നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 395 395. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാം അധ്യായം. ഋഷിരുവാച. ശ്ലോകം 1. ഭഗവാൻ അഭിവൈകുണ്ഠ സ അകം മഘവതാ വിഭൂ യജ്ഞൈര്യജ്ഞപതി സൃഷ്ടോ യജ്ഞഭുക്തം അഭാഷതാം. വ്യാപകനും യാഗങ്ങളാൽ ശോഭനമാകും വണ്ണം പൂജിക്കപ്പെട്ടവനും യജ്ഞസ്വാമിയും യജ്ഞഭാഗത്തെ ഭുജിച്ചവനും ഐശ്വര്യപരിപൂർണനുമായ വൈകുണ്ഠാധിപതി ഇന്ദ്രനോടുകൂടെ അവനോട് ഭാഷിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു ഇറങ്ങി വന്ന്, ഇന്ദ്രനുണ്ടായിരുന്നു കൂടെ, ഇന്ദ്രനെയും കൂട്ടിയിട്ട് അദ്ദേഹം വരുന്നത്, വന്നിട്ട് ഭാഷിച്ചു, സംസാരിച്ചു. എന്താ? ഋഷി പറഞ്ഞു, യാഗകർമ്മത്താൽ സന്തുഷ്ടനായ ശ്രീഹരി രാജാവിന് വരം നൽകിയതിനെ 20-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അതായത് ഈ പ്രസന്റ് അധ്യായത്തിൽ വിവരിക്കുന്നു. യജ്ഞത്തിൽ ഭാഗം സ്വീകരിച്ചിരിക്കുന്ന സകല ദേവന്മാരിലും വ്യാപിച്ചിരിക്കുന്ന പരമാർത്ഥ ചൈതന്യം യാതൊരുവനോ, നമ്മളെപ്പോലെ നമ്മുടെ ഹൃദയ ഗഹ്വരത്തിൽ ഇരിക്കുന്ന ചൈതന്യം തന്നെയാണ് ദേവന്മാരുടെ ഉള്ളിലും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനാകുന്ന സാക്ഷാൽ ശ്രീഹരി യാഗങ്ങൾ കൊണ്ട് വിധിപ്രകാരം രാജാവിനാൽ പൂജിക്കപ്പെട്ട ആ ഭഗവാൻ ശ്രീ വൈകുണ്ഠൻ ഇന്ദ്രനോടുകൂടെ പ്രത്യക്ഷനായിട്ട് രാജാവിനോട് ഈ വിധം പറഞ്ഞു. ഇനി 2-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാൻ ഉവാച. ഇതാണ് ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ സ്മൃതിപഥത്തിൽ എത്തണം. അതൊക്കെ നമ്മൾ ഭഗവാന്റെ ആജ്ഞാവർത്തികളായിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. യേഷതേ അകാരശീത് ഭംഗം ഹയമേത സദസ്യ ക്ഷമാപയത ആത്മാനം അമുഷ്യ ക്ഷന്തുമർഹസി. അതാണ് പറഞ്ഞത്. ഇവൻ നിന്റെ 100-ാമത്തെ അശ്വമേധത്തിൻ്റെ ഭംഗത്തെ ചെയ്തു. നിന്നെ ക്ഷമിപ്പിക്കുന്ന ഇവൻ്റെ നേരെ ക്ഷമിപ്പാൻ നീ അർഹനാകുന്നു. അതായത് ഇവൻ ചെയ്ത തെറ്റിനെ ക്ഷമിക്കാൻ നീ അർഹനാകുന്നു എന്ന് പറഞ്ഞാൽ ഇവനേക്കാളും മീതിയാണ് നീ തന്നെ അർത്ഥം വരിക. പ്രശ്നമുണ്ടോ? ക്ഷമിക്കുന്ന ആളാണ് മേലെ. ക്ഷമ യാചിക്കേണ്ടതല്ല, മനസ്സറിഞ്ഞ് ക്ഷമിക്കേണ്ടതാ. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രീ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബ്രഹ്മവാക്യത്താൽ ഇന്ദ്രനോട് രാജാവ് സ്നേഹമായി എന്ന് പൂർവാധ്യായത്തിൽ പറഞ്ഞുവെങ്കിലും മനസ്സിൽ മൗഢ്യം നിശേഷം നീങ്ങാതിരിക്കുന്നതിനെ അറിഞ്ഞ ഭഗവാൻ ശ്രീഹരി. ഇത് സംതിങ് എക്സ്ട്രാ ഓർഡിനറി അല്ലേ? നമ്മളോട് കുറ്റം ചെയ്തവരൊക്കെ നമ്മൾ മാപ്പ് കൊടുത്താലും ചിലപ്പോൾ ഒരു തലനാരിഴയ്ക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ഇതാരറിയും? ഭഗവാൻ അറിയും. അപ്പോൾ ഭഗവാൻ അതിനനുസരിച്ചിട്ടുള്ള ഉപായങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. ഇവിടെ പൃഥുചക്രവർത്തി ശ്രീമൻ നാരായണനോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ തൻ്റെ ഭക്തൻ്റെ ഈശ്വൽ സംശയം അല്ലെങ്കിൽ പോരായ്മ
ഇല്ലാതെ കണ്ടാക്കാൻ ഭഗവാൻ അവിടെ ഇന്ദ്രനോടുകൂടി ആരോടാണ് ഇദ്ദേഹത്തിന് ഈർഷ? അദ്ദേഹത്തിന് കൈപ്പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ സഖ്യം ചെയ്യൻ, പരസ്പരം ബഹുമാനിക്കൻ. ഭഗവാൻ, അപ്പോൾ ഭഗവാനാണ് ശരിയായ മധ്യസ്ഥൻ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഭഗവാൻ ശ്രീഹരി പൃഥുവിൻ്റെ കർമാസക്തിയെയും കർമ്മം ചെയ്യാനുള്ള ആസക്തി, മനപ്രസാദമില്ലായ്മയെയും തീർത്ത് അനുഗ്രഹിപ്പാനായിട്ട് ഇത് മുതൽ 15 ശ്ലോകങ്ങൾ കൊണ്ട് സമാധാനിപ്പിച്ചു. ഒരു രാജാവിനെ സമാധാനിപ്പിക്കാൻ ഭഗവാൻ എടുത്തത് എത്ര? 15 ശ്ലോകങ്ങൾ. ഇവിടെ ഭഗവാൻ എന്നെ കൊണ്ട് ഈ 14,000 ചില്ലാൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കണെന്തിനാ? എൻ്റെ ജന്മാന്തര പാപങ്ങൾ ഇല്ലാതെ കണ്ടാക്കി രക്ഷപ്പെടാനുള്ളതാണ്. അതൊരിക്കലാണോ? അല്ല. എത്രയോ സപ്താഹത്തിന് കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആചാര്യനാണെന്ന് പറഞ്ഞിട്ട് വായിക്കാണ്ടിരുന്നിട്ടില്ല. ഒന്ന്, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്, നോമൻക്ലേച്ചറൊക്കെ. അപ്പോൾ ഇത് യൂട്യൂബിന്, ഇനി ഇതിൻ്റെ പിന്നാലെ ക്ലാസ്സിന്. അപ്പോൾ എത്ര ജന്മം ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ പാപങ്ങളെ കഴുകിക്കളയാൻ ഭഗവാൻ മുൻകൈ എടുത്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സന്ദർഭം തന്നിട്ടുള്ളത്. അത് ഞാൻ ശരിക്കും ഉപയോഗിക്കണം, വേണ്ടേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേ രാജൻ, ഇവൻ അങ്ങയുടെ 100ാമത്തെ അശ്വമേധത്തെ വിഘ്നപ്പെടുത്തിയതിൽ ലജ്ജിച്ചും കൊണ്ട് അങ്ങയെ ക്ഷമിപ്പിക്കുവാനായിതാ വന്നിരിക്കുന്നു. ആത്മഭൂതനായിരിക്കുന്ന ഈ ദേവേന്ദ്രനിൽ അങ്ങ് ക്ഷമയെ പ്രകാശിപ്പിക്കുവാൻ യോഗ്യനാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ പേജ് 389 മറക്കരുത്. ഭഗവാൻ. ഇനി 3ാമത്തെ ശ്ലോകം പറയാം. സുധിയ സാധവോലോകേ, സുധ എന്നുള്ളതിന് അമൃതം എന്നർത്ഥം കിട്ടുമോ? പിന്നെ അതിനോട് അനുബന്ധിച്ചാവണം എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട്. ലോകേ നരദേവ നരോത്തമ ന അഭിസ്ദൃഹന്തി ഭൂതേഭ്യോ യർഹി ന ആത്മാ കളേവരം. രാജാവേ, നരദേവ എന്ന് പറഞ്ഞാൽ രാജാവേ, ലോകത്തിൽ ശോഭനമായ ബുദ്ധിയോടുകൂടി വരുന്ന, സുധിയ എന്ന് പറഞ്ഞാൽ ശോഭനമായ ബുദ്ധിയോടുകൂടിയവരും സാധുക്കളുമായ മനുഷ്യശ്രേഷ്ഠന്മാർ ഭൂതങ്ങൾക്കായിക്കൊണ്ട് ദ്രോഹിക്കുന്നില്ല. ദ്രോഹിക്കരുത്, ദ്രോഹിച്ചാൽ പോയി. എന്തുകൊണ്ടെന്നാൽ ദേഹം ആത്മാവല്ല. ഇതാണ് ഏറ്റവും, ദേഹമല്ല ആത്മാവ്, ദേഹത്തിൽ ആത്മാവ് വസിക്കണം. അതാണ് ഈ ആത്മാവിന് സഞ്ചരിക്കാനുള്ള രഥാണെന്നൊക്കെ ഇവിടുന്ന് വേണം പഠിക്കാൻ. മനസ്സിലായോ? അപ്പോൾ പിന്നെ പറയണോ, ഹേ രാജൻ, സദ്വിചാരയുക്തമായും സാധുക്കളുമായ ശ്രേഷ്ഠ മനുഷ്യന്മാർ ലോകത്തിൽ യാതൊരു പ്രാണികളെയും ദ്രോഹിക്കുകയില്ല. അപ്പോൾ പ്രാണികളെ ദ്രോഹിച്ച് ഉപ്പുമുളകിട്ട് തിന്നുന്നവരെ മോശമല്ലേ? ഭാഗവതമല്ലേ പറഞ്ഞത്? അപ്പോൾ ഭാഗവതം വായിച്ചാൽ അവർ തിരിയേണ്ടതല്ലേ? അവർ വായിക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഈ സപ്താഹയജ്ഞവേദിയിൽ കേരളം വിട്ടാൽ എല്ലാവരുടെയും ഗ്രന്ഥം ഉണ്ടാവും, കേരളത്തിലുള്ളവരിൽ ഗ്രന്ഥം ഉണ്ടാവില്ല. കാരണം എന്താ? അവരെ തിരുത്താൻ ഈശ്വരൻ തന്നെ വരണം. ആചാര്യന്മാർ വിചാരിച്ചാലാവും തോന്നുന്നില്ല. പക്ഷെ ആചാര്യന്മാർ സ്വതസിദ്ധമായ രീതിയിൽ സത്യം പറഞ്ഞു കൊടുക്കണമില്ല. അവിടെയാണ് പ്രശ്നം. ആചാര്യന്മാർ പറഞ്ഞു തുടങ്ങിയാൽ കുറേ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഭാഗവതത്തിൻ്റെ പിന്നാലെ പൂളവർ. നിങ്ങൾ ഇവിടെ ദക്ഷിണ തന്നാൽ മതി, ഈ ദേവൻ അല്ലെങ്കിൽ ഈ ദേവി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ അന്നദാനം കഴിച്ചവരുടെ ഒക്കെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. അത് കഥ അറിയാണ്ട് ആട്ടം കാണുന്ന കൂടുതലായി. അവിടെയാണ് പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ശരീരം ആത്മാവല്ല.
ഭേദദർശനം നിമിത്തമാണല്ലോ ദ്രോഹിക്കുന്നത്. കോഴീനെയും ആടിനെയും അറക്കണത്, പോത്തിനെയും അറക്കണത് എന്തുകൊണ്ടാണ്? ഭേദദർശനം. ആ ഭേദദർശനം തന്നെ പാപ. അപ്പം ശരീരാഭിമാനം നിമിത്തം തോന്നുന്ന ഭേദം വിചാരശക്തിയില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. വികാരം കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. വിചാരശക്തി വേണം. സർവഭൂതസമനായ ആത്മാവ് ശരീരമല്ലാത്തതിനാൽ പരശരീരത്തിൽ വസിക്കുന്ന, അതായത് മറ്റുള്ളവരുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിനെ ദ്രോഹിക്കുന്നവനാകുന്നു. അപ്പം ആത്മാവിനെ ദ്രോഹിച്ചാൽ എന്തുണ്ടാവുക? നമ്മൾക്ക് എന്ത് കിട്ടും? ബ്രഹ്മഹത്യാ പാപം കിട്ടും. ബ്രഹ്മത്തിനെ ഹത്യ ചെയ്ത പാപം കിട്ടും. എത്ര ജന്മ ഗതി പിടിക്കാണ്ട് പോവുകയെന്ന് പറയാൻ വയ്യ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇത്രയും ഡിസ്ക്രീറ്റായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ട് ഭാഗവതം ശ്രവിക്കുന്നവർ ഒരു സത്യം ചെയ്യാം. എന്താ സത്യം? ഞാൻ ഇനി മുതൽ മത്സ്യമാംസാദി, മധുപാനാദി, പുകവലിയാദി കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്നാൽ നേരെ പിന്നെ നമ്മൾ ഒന്ന് പശ്ചാത്തപിക്കുക. ഇതുവരെ ചെയ്തതിന് ഭഗവാനെ മാപ്പാക്കണം. എന്നിട്ടൊരു പുതിയൊരു ജീവിതം തുടങ്ങുക. എത്ര കാശ് പോകണം? ഇപ്പോഴും കിട്ടും ഗുരുവായൂർ ദേവസ്വത്തിൽ ഈ പുസ്തകം. 8 വോള്യത്തിന് 1500 ഉറുപ്പ്യേ ഉള്ളൂ. വളരെ കൺസെഷണൽ റേറ്റാണത്. വാങ്ങുക, വായിക്കുക, പഠിക്കുക, രക്ഷപ്പെടാൻ നോക്കുക. പ്രമശയിലേ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിശക്തിയുള്ളവർ, അപ്പോൾ ഇത് ചെയ്യാത്തവരാരാ? ബുദ്ധിശക്തി ഇല്ലാത്തവരാന്നാണ് പറഞ്ഞത്. യാതൊരു പ്രാണികളെയും ദ്രോഹിക്കുകയില്ല. ഈ ബോധത്തിന് അല്പം മാലിന്യം ബാധിച്ചത് രാജഭാവം നിമിത്തമാണെന്ന് സൂചിപ്പിക്കുവാനായിട്ട് നരദേവ എന്ന് സംബോധനം ചെയ്തിരിക്കുന്നു. അതായത് രാജഗുരു നന്നായാലേ രാജാവ് നന്നാവുള്ളൂ. അപ്പോൾ ബ്രാഹ്മണ ഭക്തി അല്ലെങ്കിൽ ഗുരുഭക്തി ഉണ്ടാവണമെങ്കിൽ ഗുരു അത് അറിയിക്കുന്ന ആളാവണം. പരമശയം. ഇനി 4ാമത്തെ ശ്ലോകം. പുരുഷായതി മുഹ്യന്തി ത്വാദൃശാ ദേവമായയാം ശ്രമയേവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവയാ. ദേവൻ്റെ മായയാൽ മോഹിക്കുന്നുവെങ്കിൽ ദീർഘകാലം ചെയ്തിട്ടുള്ള വൃദ്ധസേവ കൊണ്ട് എത്ര ആൾക്കാർ വൃദ്ധസേവ ചെയ്യുന്നുണ്ട്? അച്ഛനെ അമ്മയെ സേവിക്കുക, മുത്തശ്ശനെ മുത്തശ്ശീനെ സേവിക്കുക. എത്ര ആൾക്കാർ നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാരെ വടിയും കുത്തി ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കണ കണ്ടിട്ട് ദയ തോന്നി നീച്ചു കൊടുക്കാത്തവരൊക്കെ പാപം ഇരട്ടിപ്പിക്കുക ചെയ്യുന്നത്. പാപം ഇരട്ടിപ്പിക്കാൻ ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലേ പോകണമെന്ന് നിങ്ങൾ ചോദിക്കും. ആവതില്ലാത്തവരെ സംരക്ഷിക്കണമെന്ന് അല്ലേ ഖുറാനും ബൈബിളും ഭഗവത്ഗീത ഒക്കെ പറഞ്ഞിട്ടുണ്ട് മക്കളെ. അത് മനസ്സിലാക്കണ്ടേ നമ്മൾ? അപ്പോൾ വൃദ്ധസേവ കൊണ്ട് കേവലം പ്രയത്നം മാത്രമുണ്ടായി അങ്ങനെയല്ല. മനസ്സ് തട്ടിയിട്ട് അവരെ സേവ ചെയ്യണം. അവർക്ക് പ്രീതി വരുത്തണം നമ്മുടെ ദയ കൊണ്ട്. അപ്പോൾ ഭഗവാൻ സന്തുഷ്ടനാവും. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറയണത് ശരീരാഭിമാനജന്യമായ ഭേദദർശനം. ശരീരാഭിമാനജന്യം, ശരീരത്തിൽ അഭിമാനം കൊണ്ട് ഉണ്ടാവുന്ന ഭേദദർശനം അങ്ങക്ക് യുക്തമല്ലെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങക്ക് ഉണ്ടെന്നല്ല പറഞ്ഞത്, ഉണ്ടാവാൻ പാടില്ല. ശരീരത്തിൽ ആത്മാഭിമാനത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ഈശ്വരൻ്റെ മായ നിമിത്തം. ഞാൻ എപ്പോഴും പറയണു, ഒരു വിവാഹം ആലോചിക്കാൻ പോകുമ്പോൾ കുട്ടി വെളുത്തതല്ല കറുത്തതാണ്, പണമില്ല, പഠിപ്പില്ല എന്ന് പറഞ്ഞ് മടങ്ങി വന്നാൽ അതിന് ആരൊക്കെ കാരണക്കാരാണ് ഈ അഭിപ്രായം ജനറേറ്റ് ചെയ്യാൻ? ആ അഭിപ്രായം ജനറേറ്റ് ചെയ്തിട്ട് തല കുലുക്കി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ ശാപം മതി ഇതിൽ പങ്കെടുത്തവർക്കൊക്കെ നഷ്ടം വരാം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ലോകം എങ്ങനെയാണ്? കാരണം ആത്മാവിന് നിറമില്ല, ആത്മാവിന് പേരുമില്ല, രൂപമില്ല. ആത്മാവിനെ നിഷേധിക്കരുത്, ശരീരാഭിമാനം ആവരുത്. ഞാൻ വെളുത്തവനാണ്, ഞാൻ സുന്ദരനാണെന്ന് വിചാരിക്കരുത്.
സൗന്ദര്യം ആത്മാവിൻ്റേതായിരിക്കണം. ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ നമ്മളിൽ ഉണ്ടോ, നമ്മൾ രക്ഷപ്പെടാം. അപ്പോൾ സമർത്ഥന്മാരായിരിക്കുന്ന ഈശ്വരൻ്റെ മായ നിമിത്തം അങ്ങയെപ്പോലെയുള്ള പുരുഷന്മാരും മോഹിക്കുന്നുവെങ്കിൽ ബഹുകാലം ജ്ഞാനികളെ സേവിച്ചുകൊണ്ടുണ്ടായ പ്രയോജനം എന്താകുന്നു? ബുദ്ധി വിവരമില്ലാത്തവൻ ചെയ്യുന്ന തെറ്റിൻ്റെ 100 ഇരട്ടി കുരുത്തക്കേടാണ് വിവരമുള്ളവൻ തെറ്റ് ചെയ്യണത്. അതാണ് എൻ്റെ തമാശ. ഒരാത്മാവിൻ്റെ നിർവൃതിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് താഴെ ഇറങ്ങാം. ഒരാത്മാവിൻ്റെ ദോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇറങ്ങരുത്. അങ്ങനെയാണ് ജീവിതാനുസന്ധാനത്തിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസിൽ നിന്ന് താഴേക്ക് വരേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെപ്പോലെ ആത്മാവുള്ള ഒരു വ്യക്തി ദുഃഖിക്കുകയാണെങ്കിൽ ആ ദുഃഖത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജ്ഞാനം അഭ്യസിക്കുവാനായി ദീർഘകാലം ചെയ്ത പരിശ്രമം പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുവാൻ, മോക്ഷത്തെ സാധിപ്പിക്കുവാൻ സമർത്ഥമാകാത്തത് കൊണ്ട് മോക്ഷം അത് പ്രത്യേകം പറയണം. മോക്ഷം വെറും പ്രയത്നമായിട്ട് തന്നെ കലാശിച്ചുവെന്നുള്ളത് അപവാദത്തിന് ഇടയാകും. ഇനി 5-ാമത്തെ ശ്ലോകം. അതക്കായം ഇമം, ശരീരം എന്നർത്ഥം, കായം. വിദ്വാൻ അവിദ്യാ കാമകർമ്മഭി ആരബ്ധ ഇതിനൈവാസ്മിൻ പ്രതിബുദ്ധോ അനുഷജ്ജതേ. അതുകൊണ്ട് ഈ ദേഹത്തെ അജ്ഞാനം, ആഗ്രഹം, കർമ്മം ഇവയാൽ ആരംഭിക്കപ്പെട്ടതെന്നറിയുന്ന ജ്ഞാനി ഇതിൽ ആസക്തനാകുന്നില്ല. അതാണ് എൻ്റെ അർത്ഥം. കർമ്മത്തിൽ ആസക്തനാവരുത്, കർമ്മഫലം ആഗ്രഹിച്ചിട്ട് ആസക്തനാവരുത്. കർമ്മത്തിൽ നിഷ്കാമകർമ്മം ചെയ്യൂ, ഭക്തിയിൽ ആസക്തി ഉണ്ടാവട്ടെ, ഈശ്വരപ്രാപ്തിയിൽ ആസക്തി ഉണ്ടാവട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ആസക്തി എന്നുള്ള വാക്കിനല്ല കുഴപ്പം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, മായാമോഹിതന്മാർക്ക് മാത്രമേ ദേഹാഭിമാനം ഉണ്ടാകുകയുള്ളൂ. വിവേകികളാകട്ടെ ശരീരത്തിൽ ആത്മഭാവന ഉള്ളവരാകിയിരിക്കയില്ല. ആത്മാവിനെ അറിയാതിരിക്കുന്നത് കൊണ്ട് വിഷയങ്ങളിൽ ആഗ്രഹവും അതുനിമിത്തം പുണ്യപാപകർമ്മങ്ങളും തന്നിമിത്തം ഉത്കൃഷ്ട നികൃഷ്ട ശരീരങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള അറിവിനാൽ ദേഹാത്മഭാവനയെ നശിപ്പിക്കുന്നത് തന്നെ വിവേകം. ദേഹാത്മഭാവന. 6 അസംസക്ത ശരീരേ അസ്മിൻ ശരീരേ അസ്മിൻ മുനോത്പാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേവാപി കുര്യാത്മമതാംബുധ. അസ്മിൻ ശരീരേ, ഈ ദേഹത്തിൽ ആസക്തിയില്ലാത്ത ബുധൻ, ഏതൊരു ജ്ഞാനി, ബുധ അമുന എന്നാണ്. ശരീരേ അസ്മിൻ അമുന, അസ്മിൻ ശരീരേ അസ്മിൻ അമുന ഉത്പാദിതേ. അപ്പോഴാണ് വാക്ക് ശരിയാവുക. അപ്പോൾ പറഞ്ഞു അമുന ഉത്പാദിതേ, ഉണ്ടാക്കപ്പെട്ട വീട്ടിലും സന്താനത്തിലും ധനത്തിലും മമതയെ ചെയ്യരുത്. മമത പാടില്ല. അവനവൻ്റെ ധനം, അവനവൻ്റെ വീട്, അവനവൻ്റെ കുട്ടികൾ, മമത പാടില്ല. പ്രീതികരമായിട്ട് അവരുടെ വെൽബീയിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അതിന് മാത്രമായിട്ടാവരുത്. ലോകവിജ്ഞാനം ഉണ്ട്, ലോകരെ ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ പറയണു, ഈ ശരീരത്തിൽ ആസക്തിയില്ലാതെ വന്നിരിക്കുന്ന ജ്ഞാനിക്ക് ശരീരത്താൽ നിർമ്മിക്കപ്പെടുന്ന ഗൃഹം, സന്താനം, ധനം. ശരീരമില്ലെങ്കിൽ എങ്ങനെ കുട്ടികളുണ്ടാവുക? ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ടല്ലേ വിവാഹം ചെയ്യണത്. അവിടെയാണ് പ്രശ്നം.
അപ്പോൾ എന്നീ വസ്തുക്കളിൽ എൻ്റേതെന്നുള്ള ഭാവനയ്ക്ക് ആവശ്യമില്ലാത്തതിനാൽ, ആവശ്യമില്ല, ഈശ്വരൻ്റെയാണ് അതൊക്കെ, മത്സരത്തിന് കാരണം നിശേഷം നശിച്ചു. മത്സരം ഉണ്ടാവുന്നത് ഈ അജ്ഞാനം കൊണ്ടാണ്. ദേഹത്തിൽ അഹന്തയും ഗൃഹാദികളിൽ മമതയുമാണ് ഭൂതദ്രോഹ കാരണമെന്ന് സിദ്ധാന്തം. ജ്യേഷ്ഠാനിയന്മാർ, സഹോദരി സഹോദരന്മാർ, അല്ലേ, അളിയന്മാർ തമ്മിൽ, ഇൻലോസ് ആൻഡ് ലോസ് തമ്മിലൊക്കെ കലഹം ഉണ്ടാവാൻ കാരണം എന്താ? കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ പലതും. അതാണ് സത്യം. ശ്ലോകം 7 നോക്കിക്കോളൂ. ഏക ശുദ്ധ സ്വയം ജ്യോതി നിർഗുണോ അസോ ഗുണാശ്രയ. നമ്മുടെ ഉള്ളിൽ ഉള്ള ചൈതന്യം എന്താ? സ്വയം ജ്യോതി, നിർഗുണനാണ്. ഏക ശുദ്ധ, ഒരുത്തനേ ഉള്ളൂ, എല്ലാവരിലും അവനാണേനി. ഇത്രയൊക്കെ മനസ്സിലായാൽ ഹരിദാസ് എന്താ പറയുക, അല്ലേ? അപ്പോൾ ഏകശുദ്ധ സ്വയം ജ്യോതി നിർഗുണോ അസോ ഗുണാശ്രയ സർവഗോ അനാവൃത സാക്ഷി നിരാത്മാ ആത്മാ ആത്മന പരാം. ആത്മാവ് ഒരുവൻ മാലിന്യമില്ലാത്തവനാണ്. അത് ഭട്ടതിരുടെ ആണെങ്കിലും ശരി, ഹരിജൻ്റെ ആണെങ്കിലും ശരി, ഗിരിജൻ പറയണ്ടല്ലോ നമ്മൾ. അപ്പോൾ മാലിന്യമില്ലാത്തവൻ, താനെ വിളങ്ങുന്നവൻ. ശരീരം താനെ വിളങ്ങില്ലല്ലോ, വിളക്കിപ്പിക്കണ്ടേ? അപ്പോൾ താനെ വിളങ്ങുന്നവൻ, ഗുണങ്ങളില്ലാത്തവൻ, അതായത് ഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നവൻ എന്നർത്ഥം. അതാണ് എല്ലാ ദിക്കിലും വ്യാപിച്ചവൻ, മറയ്ക്കപ്പെടാത്തവൻ. ആര് നിരീച്ചാലും ആത്മാവിനെ മറയ്ക്കാൻ പറ്റില്ല. മറയ്ക്കപ്പെടാത്തവൻ, സാക്ഷി എന്ന് പറഞ്ഞാൽ കാണുന്നവൻ എന്നർത്ഥം, എല്ലാം കാണുന്നവൻ. അധികരണമില്ലാത്തവൻ. അധികരണം എന്ന് പറഞ്ഞാൽ അസിറ്റീസ്, ദേഹത്തിൽ നിന്നും അന്യൻ. ദേഹത്തിൽ നിന്നും അന്യനാണ്. അപ്പോൾ ദേഹത്തിൽ നിന്ന് അന്യനായവനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ദേഹം കാറ്റ് പോയ ട്യൂബ് മാതിരിയാവും. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ദേഹഭിന്നനായിരിക്കുന്ന ആത്മാവ് ആരാകുന്നു? ഭഗവാൻ, ബ്രഹ്മാണ് എന്നുള്ള ആകാംക്ഷയ്ക്ക് സമാധാനമായിട്ട് ദേഹത്തിനും ആത്മാവിനും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആത്മാവ് ഏകൻ, ശരീരം അനേകം. ആത്മാവ് ശുദ്ധൻ, ദേഹമോ പഞ്ചഭൂത നിർമ്മിതമാകയാൽ മലിനം. എന്താ ശരീരം മലിനാവാൻ കാരണം? അതിവിടെ പറയണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇത് പേജ് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് 391, എല്ലാ പേജും മാർക്ക് ചെയ്യാനുള്ളതാണ്. എന്നാലും 391 ശരീരം മലിനം. ആത്മാവ് സ്വയമേവ പ്രകാശിക്കുന്നു. ദേഹമോ ജഡം. ആത്മാവ് ഗുണങ്ങളുടെ സംബന്ധത്തിൽ നിന്നും വിട്ടിരിക്കുന്നു. ദേഹമോ ഗുണകാര്യം. ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് ദേഹം. ആത്മാവ് സർവത്ര പരിപൂർണൻ. ദേഹമോ പരിച്ഛിന്നം. അതായത് പരിപൂർണനാണ്. ഇവിടെ അങ്ങനെയല്ല, കൂട്ടുകമ്പനിയാണ്. അത് ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി. ഒരാൾ കഴിവില്ലെങ്കിൽ മറ്റു 4 ആളും തോൽക്കേണ്ടി വരും. ശരീരത്തിൽ അങ്ങനെയാണ്. ഈ മാംസം എന്ന് പറയുന്നത് ഭൂമിയുടെയാണ്. ചോരയും ഒക്കെ മേധസ്, ശുക്ലമൊക്കെ വെള്ളമാണ്. ജഠരാഗ്നി, വാക്സാമർഥ്യം ഒക്കെ അഗ്നിയാണ്. പിന്നെ കാറ്റില്ലെങ്കിൽ രക്തസംഭ്രമണം നടക്കില്ല. ആകാശമില്ലെങ്കിൽ കഴിക്കുമ്പോൾ വയറ് വലുതാവില്ല. അതിലുള്ള കാറ്റാണ് ആമാശയം വലുതാവാൻ അത് ആകാശമാണ് ഈ ആമാശയം വലുതാക്കാൻ സാധിക്കുന്നത്. കഴിക്കണതൊന്നും പുറത്തു പോയിട്ടില്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ? ഒരു 3 ദിവസം ശോധന ഉണ്ടായില്ല വിചാരിക്കുക, കഴിക്കാൻ പറ്റുമോ? ഇല്ല. വെട്ട് തടുക്കാൻ, മുട്ട് തടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതിനാണ് വയറ് ശോധന ചെയ്യുക, വയറിളക്കുക.
എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈശ്വരപ്രീതിക്ക് വേണ്ടി. എങ്ങനെയാണ് നമ്മൾക്ക് ധർമാർത്ഥ കാമ മോക്ഷം? ഈ ശരീരം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞാലത്തെ സംഭവം എന്താ വെച്ചിട്ടുണ്ടോ? എന്നെപ്പോലെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാം. ഞാൻ സന്തോഷം കടം കൊടുക്കുന്ന ആളാണ്. എനിക്കതേ ഉള്ളൂ. കാരണം എന്താ? ഞാൻ വേറൊന്നിൻ്റെയും പിന്നാലെ പോണില്ല. ഒക്കെ ഭഗവാൻ എനിക്ക് അണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാണ്. അപ്പോൾ ആത്മാവ് മറിക്കപ്പെടാത്തവൻ ദേഹമോ ഭവനം വസ്ത്രം മുതലായ പദാർത്ഥങ്ങളാൽ മറിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവ് കാണുന്നവൻ ദേഹമോ കാണത്തക്കതായ പദാർത്ഥം. ആത്മാവിന് ആശ്രയമായിട്ട് അന്യപദാർത്ഥമൊന്നുമില്ല. ദേഹമോ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ലക്ഷണഭേദം, ഊഹഭേദമല്ല, ലക്ഷണഭേദം നിമിത്തം ആത്മാവ് ദേഹത്തിൽ നിന്നും ഭിന്നനും സ്വതന്ത്രനുമാകുന്നു എന്നാണ് പറഞ്ഞത്. 8 എൻ്റെ സന്തോഷത്തിന് അതിരില്ല കേട്ടോ. ഇനി അതും വെള്ളം പറയാം. കാരണം എന്തൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിന് സപ്പോർട്ടീവായിട്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മൂലം ആദ്യം പറയാത്തത്? ഭഗവാൻ അറിയാം ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് അറിയാം ഭഗവാൻ. ഇവൻ വട്ടപൂജനാണെന്ന് അറിയാം. അപ്പോൾ ഇവനെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നാരായണ കവചായിട്ടും അല്ലേ? ആലോചിച്ച് നോക്കൂ. അത് എന്നെ അറിയണവർക്കറിയാം. എൻ്റെ ആദ്യത്തെ സപ്താഹം കേട്ടുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴത്തെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരുണ്ട്, ഒരേ ആൾക്കാരനെ ഇത് ചെയ്തിട്ടുള്ളവരുണ്ട് ചിലർ. അവർക്കറിയാം പൊട്ടാമ്പി കുട്ടി എവിടുന്ന് അവിടെ എത്തുടൂന്നുള്ളത്. അപ്പോൾ 8ാമത്തെ ഏവം സന്തം ആത്മാനം ആത്മസ്ഥം വേദപുരുഷ ന അജ്യതേ പ്രകൃതിസ്ഥോ അഭി തദ്ഗുണൈ സമയസ്ഥിത. അപ്പോൾ ഇപ്രകാരം ഇരിക്കുന്ന ആത്മാവിനെ, എപ്രകാരം? മുകളിൽ പറഞ്ഞ പോലെ യാതൊരു പുരുഷൻ സ്വശരീരത്തിൽ ഇരിക്കുന്നതായി അറിയുന്നുവോ? ഈ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞാത്ത സ്ഥിതി എന്താ? അപ്പോഴാണ് നിർഭയത്വം വരുന്നത്. ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് ഭയക്കണത്? പ്രകൃതി കാര്യത്തിലിരിക്കുന്നുവെങ്കിലും പ്രകൃതിയുടെ ഗുണങ്ങളാൽ സ്പർശിക്കപ്പെടുന്നില്ല. ആരെ? ആത്മാവ്. അവൻ എന്നിലിരിക്കുന്നവൻ. ഈ ശരീരം ഭഗവാനിലാണ് ഇരിക്കണതേ. അപ്പോൾ പറയണു, ഇപ്രകാരം ഇരിക്കുന്ന ആത്മാവിനെ ശരീരത്തിൽ ഇരിക്കുന്നതായിട്ട് യാതൊരു പുരുഷൻ അറിയുന്നുവോ അവൻ പ്രകൃതി കാര്യമായിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുന്നുവെങ്കിലും പ്രകൃതി ഗുണങ്ങൾ അവനെ ബാധിക്കാത്തത് കൊണ്ട്. ആർക്കാ പ്രകൃതി ഗുണങ്ങൾ ബാധിക്കാണ്ടിരിക്കുക? സത്വം രജസ് തമസ് ബാധിക്കാണ്ടിരിക്കുക ആർക്കാ? ഈശ്വരൻ എന്നിലിരിക്കണു എന്നുള്ള ആൾക്കാർക്ക് അത് പ്രശ്നം വരുന്നില്ല. അവിടെയാണ് ഇത് പറയണമെങ്കിൽ എത്ര പഠിച്ചിട്ടുണ്ട് അവിടെ വായിക്കണം. അതാണ് എനിക്കുള്ള സന്തോഷം. അപ്പോൾ പുരുഷൻ അവൻ പ്രകൃതി കാര്യമായിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുന്നുവെങ്കിലും പ്രകൃതി ഗുണങ്ങൾ അവനെ ബാധിക്കാത്തത് കൊണ്ട് അഹന്ത മമതാദി ബന്ധങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്നതിനാൽ എന്നിലിരിക്കുന്നവനാകുന്നു. നമ്മളവിടെ ഭഗവാനിലിരിക്കണമെങ്കിൽ ആ സീറ്റ് കിട്ടണമെങ്കിൽ MLA MP-ക്കൊക്കെ എത്ര ലക്ഷം കൊടുക്കണം, എത്ര ചിലവാക്കണം? ഇവിടെ അത് വേണ്ട. മമത വിട്ടാൽ മതി. ശരീരത്തിലും പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ വിട്ടാൽ നമ്മൾ ഭഗവാനിലടിക്കുക. പിന്നെ ഇതാണ് മനസ്സിലായി കിട്ടാൻ എല്ലാവരും എത്ര കാലത്തെ പ്രൊമോഷൻ വേണ്ട എന്നൊക്കെ പറയാൻ സാധിക്കണം. അപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഊക്ക് കൂടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണിത്. ഞാൻ പേജ് നമ്പർ ഇനി ചെയ്യണില്ല. എന്തപ്പോൾ പേജ് നമ്പർ ഇട്ടിട്ട് എങ്ങനെയായാലും. അപ്പോൾ 9 സ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്യുത ഭജതേ ശനകൈസ്തസ്യ മനോരാജൻ പ്രസീദതി. ഹേ രാജാവേ, യാതൊരുവൻ ഇടവിടാതെ ആഗ്രഹമില്ലാത്തവനും
ശ്രദ്ധയുക്തനുമായിട്ട് സ്വധർമാനുഷ്ഠാനത്താൽ എന്നെ ഭജിക്കുന്നുവോ, ഭഗവാൻ നാരായണനെ ഭജിക്കണം, വേറെ താഴെയുള്ളവരെ ഭജിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ മനസ്സ് മെല്ലെ മെല്ലെ പ്രസാദിക്കുന്നു എന്നാ. മെല്ലെ 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 തിന്നാം മുള്ളും തിന്നാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് ജനഗണമന പാടെ ഏറ്റുവാ. മുൻപറഞ്ഞ സ്ഥിതി എൻ്റെ ഭക്തന്മാർക്ക് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. ഭാഗവതം അനുഷ്ഠാനത്തോടുകൂടി ഭാവാർത്ഥം വായിച്ച് പഠിക്കുക. ഇപ്പം ഞാൻ തന്നെ ശ്ലോകം തെറ്റിച്ചിട്ടാവും ചെല്ലുക, കാരണം എനിക്ക് അത്ര സംസ്കൃത പാണ്ഡിത്യം ഇല്ല. ഇല്ലാത്തത് എന്തിനാ പറയണത്? തെറ്റുണ്ടാവാം. പക്ഷേ സബ്ജക്റ്റ് ഭഗവാൻ എനിക്ക് വശാക്കി തന്നു. അതാണ് എനിക്ക് എൻ്റെ ആകെ നേട്ടം. അത് മതിയേനി. അതുകൊണ്ടാണ് വെരി പ്രൗഡ് എന്നാണ് പറയാം. വെരി പ്രൗഡ്. ആരെ പറ്റി? ഭഗവാനെ പറ്റിയിട്ട്. എന്നെ പറ്റിയിട്ടല്ല, എന്നെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഭഗവാനെ പറ്റി വെരി പ്രൗഡാണെന്ന് പറയാൻ കാരണം എന്താ? എന്നെ ഇങ്ങനെ ഉള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ രാരോ രാരോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കൊണ്ടു നിർത്തുന്നുണ്ടല്ലോ. ഇത് പറയിപ്പിക്കാനായിട്ട് അത് മതി, എനിക്കത് മതി. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ മുൻപറഞ്ഞ സ്ഥിതി എൻ്റെ ഭക്തന്മാർക്ക് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായത്തോടുകൂടെ ഭക്തിയുടെ സ്വരൂപത്തെ വിവരിക്കണം. ഭക്തിയുടെ സ്വരൂപം, ഇതിലുള്ള ഭക്തിയുടെ സ്വരൂപം നമ്മളുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. എന്താ? ഹേ രാജൻ, ഏതൊരു പുരുഷൻ യാതൊരു ഭോഗങ്ങളെയും പ്രാർത്ഥിക്കാതെ ഭുക്തിമുക്തിപ്രദനാണെങ്കിലും തന്നിട്ടുള്ള ഭോഗങ്ങൾ മുഴുവൻ അനുഭവിച്ചോളണമെന്നില്ല. ഇല്ലാത്തവർക്ക് കൊടുക്കൂ ഇല്ലാത്ത ഭോഗങ്ങൾ, എന്നിട്ട് നമ്മൾ ഭക്ഷണം കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഏതൊരു പുരുഷൻ യാതൊരു ഭോഗങ്ങളെയും പ്രാർത്ഥിക്കാതെ ശ്രദ്ധായുക്തനായിട്ട് സ്വധർമാനുഷ്ഠാനത്താൽ എന്നെ നിത്യം ആരാധിക്കുന്നുവോ, നിത്യം ഭാഗവതം പറയണം, അതിൽ ജീവിക്കണം. നിത്യം 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 ആരാധിക്കുന്നുവോ അവൻ്റെ അന്ധകരണം ക്രമത്തിൽ പരിശുദ്ധമാവുന്ന. പെട്ടെന്നല്ല പറഞ്ഞത്, ക്രമത്തിൽ. എത്ര ബർത്ത് വേണമെങ്കിൽ എടുത്തോട്ടെ, ആ ഒരു കാര്യം നമ്മുടെ ഉദ്ദേശം അതായാൽ മതി, അതാവും നമ്മൾ. കാമാദി വൃത്തികൾ മനസ്സിനെ ബാധിക്കാതിരിക്കണം. മറ്റുള്ളവൻ്റെ മുതൽ നമുക്ക് വേണമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ കഴിഞ്ഞുകൂടാ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് കൂടി വിവക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം. പോയാ